ഹായ്, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റോഡ് നാഷണൽസിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഒരു 5:30 ആയപ്പോൾ ഈ അവസ്ഥയായിരുന്നു. നല്ല കോടയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ബൈക്ക് ചെക്കിംഗ് ആയിരുന്നു. അപ്പോൾ മെൻ എലൈറ്റിൻ്റെ ഇവൻ്റാണ് ഫസ്റ്റ് നടക്കുന്നത്. ITT ആണ് ഇന്ന്, ഫുള്ള് ഇൻഡിവിജ്വൽ ഇവൻറ്റ്സ് ആണ് ഇന്ന്. ITT നടക്കുന്നതുകൊണ്ട് തന്നെ ബൈക്ക് ചെക്കിംഗ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ 5:30 സ്റ്റാർട്ട് ചെയ്ത് നല്ല ലേറ്റായിട്ടാണ് നമുക്ക് റേസ് സ്റ്റാർട്ട് ചെയ്തത്. കുറേ ബൈക്ക് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബൈക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ മെന്നലൈറ്റിൻ്റെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇൻഡിവിജ്വൽ ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ അവിടെ വാമപ്പ് ചെയ്യുന്ന സെക്ഷനിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റേറ്റിനും ഓരോരോ സ്ഥലം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഓരോ സ്റ്റേറ്റുകാർ വാമപ്പ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ നമ്മുടെ കേരളയ്ക്കും ഇങ്ങനെ ഒരു ഷെഡ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നമ്മുടെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റിസ്കി റോഡാണ്. ഒരു സൈഡിലത്തെ റോഡ് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമ്മൾ ആ റോഡിൽ കൂടെ തന്നെയാണ് ചവിട്ടുന്നത്. അപ്പോൾ അതാണെങ്കിൽ ഒരു 15 കിലോമീറ്ററിൻ്റെ വൺ സൈഡ് സ്ട്രെച്ചാണ് വരുന്നത്. അപ്പോൾ ഇടയ്ക്കാണെങ്കിൽ ഈ പശുവും പിന്നെ കുറേ കുരങ്ങന്മാരും ഒക്കെ റോഡിൽ കൂടെ പാസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനും എനിക്ക് ITTക്ക് വേണ്ടി റെഡി ആയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കോച്ചിൻ്റെ മത്സരവും എൻ്റെ മത്സരവും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഡേ എന്തായാലും നല്ല മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റി. പിന്നെ ഇവരാണെങ്കിൽ എൻ്റെ സൈക്കിള് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇതുപോലത്തെ സൈക്കിൾ വാങ്ങുന്നതിൻ്റെയൊക്കെ കാര്യമൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലത്തെ മത്സരങ്ങളൊക്കെ കുറേ ഏകദേശം ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. അപ്പോൾ നമുക്ക് അവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കിട്ടിയത്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് പിടിക്കത്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റി. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് അമ്മൂനും ITT ഉണ്ടായിരുന്നു. പിന്നെ നല്ല ലേറ്റായിട്ടാണ് ഇവൻ്റൊക്കെ കഴിഞ്ഞ്. ഇവിടെ 5:15 തന്നെ ഇരുട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇവൻ്റ് കഴിഞ്ഞു. അപ്പോൾ ബാക്കി നാളത്തെ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ബൈ.